ഗ്യാഷ്യസ് ടൈഡൽ ഹൈപ്പോത്തസിസ് നോക്കാം. ജീൻസ് ആൻഡ് ജെഫ്രി ആണ് ഈ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നത്. ബ്രിട്ടീഷ് ആസ്ട്രോണമേഴ്സാണ് ഇവർ. 1919 ജീൻസ് ഈ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നു. പിന്നീട് ഇതിനെ മോഡിഫൈ ചെയ്തൊക്കെയാണ് ജെഫ്രി ചെയ്തത്. അപ്പോൾ ഇതിനെ ബൈപാരൻ്റൽ ഒറിജിൻ ആയിട്ടുള്ള സോളാർ സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്തിട്ടുള്ള തിയറി ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്തത്. ഈ ഹൈപ്പോത്തസിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സണ്ണിൻ്റെ അടുത്ത് കൂടെ ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റാർ, അതായത് നേരത്തെ പ്ലാനറ്റസിമൽ ഹൈപ്പോത്തസിസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാർ പാസ് ചെയ്ത് പോകുമ്പോൾ ഗ്യാഷ്യസ് ഫിലമെൻ്റ് പുറത്തേക്ക് വരും. അപ്പോൾ അത് പിന്നീട് ഇത് സ്പേസിൽ അത്ര സ്റ്റേബിൾ ആവില്ല, അൺസ്റ്റേബിൾ ആവും. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് ആവും. ഇത് പിന്നീട് കണ്ടൻസ് ചെയ്ത് കൂൾ ചെയ്ത് കണ്ടൻസ് ചെയ്ത് കണ്ടാണ് പ്ലാനറ്റ്സ് ഫോം ചെയ്യണത് എന്നാണ് ടൈഡൽ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഹൈപ്പോത്തസിസിൻ്റെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു സിമ്പിൾ